ഈ പാട്ടില് പ്രശ്നമുള്ളവർ ഇതിനകത്താണ്. അതായത് ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി എന്നുള്ളത് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം അതെങ്ങനെയാണ് ഇവർ എഴുതുക? അതും കോൺഗ്രസും UDF-ഉം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പാരഡി പാട്ടിൽ അമ്മിണി, ബിന്ദു അമ്മിണി എന്ന ഒരു റിയൽ വ്യക്തിയെക്കുറിച്ചാണല്ലോ എഴുതിയിരിക്കുന്നത്. ബിന്ദു അമ്മിണി എന്തെങ്കിലും കുറ്റം ചെയ്തോ? അമ്മിണിമാരെ കയറ്റിയെ ആചാരങ്ങളെ ലംഘിക്കാനായി അവരെന്തെങ്കിലും കുറ്റം ചെയ്തോ? നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉന്നതമായുള്ള നീതിപീഠം ഒരു വിധി പറഞ്ഞു. അതും വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് ശേഷം തന്ത്രിമാരുടെയും ആചാര വിദഗ്ധരുടെയും രാഷ്ട്രീയക്കാരുടെയും ഭരണകർത്താക്കളുടെയും BJP-യുടെയും RSS-ൻ്റെയും എല്ലാം അഭിപ്രായമെടുത്തിട്ട് വിവിധങ്ങളായിട്ടുള്ള വശങ്ങൾ പരിഗണിച്ചിട്ട് ശബരിമലയിലെ ഈ കേസ് പരിഗണിക്കുന്ന ഈ പ്രത്യേക വിഷയം പരിഗണിക്കുന്ന 5-അംഗ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ഉന്നത ന്യായാധിപന്മാരുടെ പീഠം ഇക്കാര്യത്തിൽ വിധി പറഞ്ഞു സ്ത്രീകൾക്ക് കയറാമെന്ന്. നാട്ടിലെ ലോ ഓഫ് ദ ലാൻഡ് ആയിട്ട് അത് വന്നു. സ്വാഭാവികമായിട്ടും ബിന്ദു അമ്മിണിക്ക് അവിടെ പോകാവുന്നൊരു നില ഈ രാജ്യത്തെ നിയമങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടായിരുന്നൊരു കാലത്ത് അവർ കയറാൻ ശ്രമിച്ചു. പിന്നീടാണല്ലോ പിന്നീട് വീണ്ടും അതിനൊരു ബാൻ വന്നത്. അന്ന് ബാൻ ഇല്ലാത്ത സമയത്ത് അവർ അവിടേക്ക് കയറി. ഒരു ജനാധിപത്യ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇതിനോട് എങ്ങനെയാണ് യോജിക്കുന്നത്? BJP-യുടെ രാഷ്ട്രീയ നിലപാട് വേറെയാണ്. അതിന് മുമ്പൊക്കെ വേറെയായിരുന്നു, ഇപ്പോൾ അവരുടെ നിലപാട് വേറെയാണ്. BJP-ആണ് ഈ പാട്ടിലെ ഈ വരി എഴുതിയിരുന്നെങ്കിൽ, അതായത് ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി എന്ന് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കേരളം ഭരിച്ചിട്ട് പരിചയമല്ല BJP-ക്ക്. കേരളം ഭരിച്ചിട്ട് പരിചയമുള്ള UDF-ന്, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് എങ്ങനെയാണ് ഈ പാട്ട് പാടി ഈ വരികൾ പാടി നടക്കാൻ പറ്റുക? അതായത് നാട്ടിലെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് ആ നിയമത്തിൽ വിശ്വസിച്ചിട്ട് സുപ്രീം കോടതിയുടെ വിധിയിൽ വിശ്വസിച്ചിട്ട് സ്ത്രീകൾ മലകയറാനായിട്ട് വന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ബിന്ദു അമ്മിണിയെ എങ്ങനെയാണ് ഇങ്ങനെ അപമാനിക്കാനായിട്ട് ഈ എഴുതിയ ആളുകൾക്ക് സാധിക്കുക? അത് വീണ്ടും വീണ്ടും പാടിയുള്ള ആളുകൾക്ക് സാധിക്കുക എന്ന് കോൺഗ്രസിൻ്റെയും മറ്റുമൊക്കെ വലിയ മഹാന്മാരായിട്ടുള്ള ആളുകൾ തന്നെ അതിന് മറുപടി തരട്ടെ എന്ന് പറയാം.